ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് 9th സ്റ്റാൻഡേർഡിൻ്റെ ഒരു കഥ വായിക്കാം കേട്ടോ. അപ്പോൾ കഥ വായിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ മലയാളത്തിൽ പറഞ്ഞുതരാം. അപ്പോൾ ഈ യൂണിറ്റ് വരുന്നത് ഏതിലാന്ന് വെച്ചാൽ ഹാഫ് എ ഡേ ബൈ നക്യൂബ് മഹ്ഫൂസ് എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയിട്ടുള്ളൊരു സ്റ്റോറിയാണ്, ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. യൂണിറ്റ് 1 അവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ വരുന്ന 3 ചാപ്റ്റേഴ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ ഇന്ന് പഠിപ്പിക്കാനായിട്ട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അറിയുന്ന പോലെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. എന്താണ് ലെറ്റ്സ് ലോഗിൻ, അതായത് ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എഴുതിയിരിക്കുന്ന ഒന്നാണ് എന്ത്, ലെറ്റ്സ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഖലീൽ ജിബ്രാന്റെ ഒരു കോട്ടോട് കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ ലോഗിൻ എന്ന് പറയുന്നതിൽ ഒരു ചാപ്റ്റർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മീൻസ് ഒരു കോട്ടാണ് പറയുന്നത്. അപ്പൊ ഇതിൽ വന്നിട്ട് പറയുന്നു, യെസ്റ്റർഡേ ഈസ് ബട്ട് ടുഡേസ് മെമ്മറി ആൻഡ് ടുമാറോ ഈസ് ടുഡേസ് ഡ്രീം. അതായത് ഇന്നലെ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു മെമ്മറി, ഓർമ്മയും, അതുപോലെ നാളെ എന്ന് പറയുന്നത് ഇന്നത്തെ സ്വപ്നവുമാകുന്നു. അപ്പൊ ഖലീൽ ജിബ്രാന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇതിൽ 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അല്ലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. ഹൗ ഡസ് ഗിബ്രാൻ റിലേറ്റ് യെസ്റ്റർഡേ ടു ദ പ്രസന്റ്? അതായത് ഖലീൽ ജിബ്രാൻ എങ്ങനെയാണ് ഇന്നലെ എന്ന് പറയുന്ന ദിവസത്തിനെ പ്രസന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്, അതായത് എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ദേ ആർ ആസ്കിങ് ഹൗ ഇസ് ടുമാറോ പ്രസന്റഡ് ഇൻ ദീസ് ലൈൻസ്? അതായത് നാളെ എന്ന് പറയുന്ന ദിവസത്തിനെ എങ്ങനെയാണ് ഈ ലൈൻസിൽ പ്രസന്റ് ചെയ്യുന്നത്? വാട്ട് ഡു ദീസ് ലൈൻസ് സജസ്റ്റ് അബൌട്ട് ദ പാസേജ് ഓഫ് ടൈം? ഡിസ്കസ്. അതായത് ഈ പറയുന്ന കോട്ട് യെസ്റ്റർഡേ ഈസ് ബട്ട് ടുഡേസ് മെമ്മറി ആൻഡ് ടുമാറോ ഈസ് ടുഡേസ് ഡ്രീം, ഇതൊരു പാസേജ് ഓഫ് ടൈമിനെയാണ് എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതില് ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട് എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ ഉണ്ട്, അത് വായിക്കാം. ടൈം മൂവ്സ് ഓൺ കോൺസ്റ്റന്റ്ലി ഷേപ്പിംഗ് അവർ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. Memories are like threads woven into the fabric of our lives in moments of joy and sorrow. Do you agree? Now let's read a short story portraying a man's journey of life and the changes that take place in the surroundings and society. ഇതിൽ പറയുന്നത് എന്താണ്, സമയം എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ്ലി മൂവ് ചെയ്യണം, ഒന്നും നമുക്ക് വേണ്ടി നിൽക്കുന്നില്ല. അപ്പൊ ഈ സമയം മൂവ് ചെയ്യുന്നത് കൊണ്ട് ഇതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ഈ 3 കാര്യങ്ങളെയും ഷേപ്പ് ചെയ്യുന്നത് എന്താണ്, ടൈമാണ്. അതുപോലെ തന്നെ മെമ്മറീസ് ആർ ലൈക്ക് ത്രെഡ്സ് വൂവൺ ഇൻ ടു ദ ഫാബ്രിക് ഓഫ് അവർ ലൈഫ്സ് ഇൻ മൊമെന്റ്സ് ഓഫ് ജോയ് ആൻഡ് സോറോ. ഡു യു എഗ്രി? അതായത് നമുക്ക് ഓർമ്മകൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഏതൊക്കെ സിറ്റുവേഷൻസിൽ നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാവുന്നു, അതുപോലെ ഏതൊക്കെ സിറ്റുവേഷൻസിൽ സങ്കടങ്ങൾ ഉണ്ടാവുന്നു, ഇതൊക്കെയാണ് ഓർമ്മകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? അതൊരു ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചിരിക്കുകയാണ്. ഇനി അടുത്തതെന്ന് വെച്ചാല് നൗ ലെറ്റ്സ് read a short story portraying a man's journey of life and the changes that take place in his surroundings and society. അതായത് ഒരു ഹാഫ് എ ഡേയിലെ കഥയെ കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു ഹിന്റ് ആണ് ഇതിൽ പറയുന്നത്. എന്താണ്, ഒരു മനുഷ്യന്റെ ജീവിതം, അതായത് ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയാണോ അതിനെ പോർട്രേ ചെയ്തിട്ടാണ് ഈ ഷോർട്ട് സ്റ്റോറിയിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കുന്ന ചേഞ്ചസിനെ കുറിച്ച് പറയുന്നു, മാറ്റങ്ങളെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ എന്താണ്, സറൗണ്ടിങ്സിലും സൊസൈറ്റിയിലും ഉണ്ടാവുന്ന ചേഞ്ചസിനെ കുറിച്ചുകൂടി ഇതിൽ പറയുകയാണ്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. ഹാഫ് എ ഡേ നക്യൂബ് മഹ്ഫൂസ്. അപ്പൊ അബൌട്ട് ദി ഓദറിനെ കുറിച്ചിട്ട് എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ആ ഓദറിനെ കുറിച്ച് വായിക്കാം. അബൌട്ട് ദി ഓദർ, നക്യൂബ് മഹ്ഫൂസ് വാസ് ബോൺ ഇൻ ഓൾഡ് കൈറോ, ഈജിപ്ത് ഇൻ 1911. അതായത് 1911 ഈജിപ്തിലാണ് ഈ ഓദർ ജനിച്ചിരിക്കുന്നത്. ആഫ്റ്റർ റിസീവിംഗ് ഹിസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിലോസഫി ഫ്രം കൈറോ യൂണിവേഴ്സിറ്റി ഇൻ 1934, മഹ്ഫൂസ് ജോയിൻ ഈജിപ്ത്യൻ സിവിൽ സർവീസ്. അതായത് ഈജിപ്ത്യൻ സിവിൽ സർവീസിൽ ആ ഡിഗ്രി കിട്ടിയതിന് ശേഷം ജോയിൻ ചെയ്തു എന്നാണ് പറയുന്നത്. He is regarded as one of the most important writers in Arabic literature. അതായത് അറബിക് ലിറ്ററേച്ചറിൽ ഒരു ഇമ്പോർട്ടന്റ് റൈറ്റർ ആയിട്ടാണ് റിഗാർഡ് ചെയ്തിരിക്കുന്നത്, അതായത് ഓണർ ചെയ്തിരിക്കുന്നത്.
He was the first Egyptian and the first Arab writer to win the Nobel Prize in Literature. അപ്പം ലിറ്ററേച്ചറിൽ നൊബേൽ പ്രൈസ് വിൻ ചെയ്തതിൽ ഒരു ഫസ്റ്റ് പേഴ്സൺ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഹാഫ് എ ഡേ എഴുതിയിരിക്കുന്ന ഓതറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. He published 35 novels, around 350 short stories and 26 screenplays. His most famous works include Cairo Trilogy and Children of Gebeloi. Many of Mahfouz's works have been made into films. He died on 30th August 2006. അതായത് ഒരുപാട് വർക്ക്സ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് 2006 30th അദ്ദേഹം പാസ് അവേ ആയിട്ട് പോയി. ഇനി നെക്സ്റ്റ് നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം കേട്ടോ. അപ്പൊ ഹാഫ് എ ഡേ എന്ന് പറയുന്നത് എന്താണ്? I proceeded alongside my father, clutching his right hand, running to keep up with his long strides. All my clothes were new, the black shoes, the green school uniform and the red tarbouche. My delight in my new clothes, however, was mixed, for this was no feast day, but the day on which I was to be cast into school for the first time. അതായത് ആദ്യം ഒരു ചൈൽഡാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. I proceeded alongside my father, clutching his right hand. അതായത് ഞാൻ എൻ്റെ അച്ഛൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് ഓടുകയാണ്. റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്. അതായത് അദ്ദേഹത്തിന്റെ കൂടെ നടന്നെത്താനായിട്ട് ഓടുകയാണ്. ഓൾ മൈ ക്ലോത്ത്സ് were new, the black shoes, the green school uniform, the red tarbouche. അപ്പൊ ഈ ചൈൽഡിന്റെ ഒരു യൂണിഫോം മീൻസ് ഒരു അറ്റയർ എങ്ങനെയായിരുന്നു? ക്ലോത്ത്സ് ഒക്കെ പുതിയ ക്ലോത്ത്സ് ആയിരുന്നു. പിന്നെ എന്താണ്? ബ്ലാക്ക് ഷൂസ് ആയിരുന്നു, ഗ്രീൻ സ്കൂൾ യൂണിഫോം ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. My delight in my new clothes, however, was mixed, for this was no feast day, but the day on which I was to be cast into school for the first time. അപ്പൊ ഇതിൽ വന്നിട്ട് എന്താ? My delight in my new clothes, അതായത് എൻ്റെ ഹാപ്പിനെസ്, ആ ഒരു ക്ലോത്ത്സ് ഇടുമ്പോഴുണ്ടാവുന്ന എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ്ലി ഒരു മിക്സഡ് ഫീലിംഗ് ആയിരുന്നു എന്നാണ് പറയുന്നത്. For this was no feast day, but the day on which I was to be cast into school for the first time. അതായത് ഈ ചൈൽഡ് എന്താണ്? ഒരു ന്യൂ യൂണിഫോം ഇട്ടുകൊണ്ട് സ്കൂളിലോട്ട് പോവുകയാണ്. My mother stood at the window watching us and I would turn toward her from time to time appealing for help. അതായത് എൻ്റെ അമ്മ എന്ത് ചെയ്യാണ്? വിൻഡോയിൽ നിന്ന് എന്നെ വാച്ച് ചെയ്യാണ്. ഒരു കുറച്ച് ഡിസ്റ്റൻസിൽ എന്നെ വാച്ച് ചെയ്യാണ്. I would turn toward her from time to time. അതായത് ഞാൻ എപ്പോഴും അമ്മയിൽ നിന്ന് അമ്മയെ തിരിഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് എന്ന് പറയാണ്. അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്. വി വാക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ്. ഓൺ ബോത്ത് സൈഡ്സ് വർ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്, prickly pears, henna trees and a few date palms. അതായത് ഒരു ഗാർഡനിലൂടെ നടന്നു പോവുകയാണ്. ഒരു സ്ട്രീറ്റ് ലൈൻ ആയിട്ടുള്ള ഒരു ഗാർഡനിലൂടെ നടന്നു പോവുകയാണ്. അവിടെ ഇഷ്ടം പോലെ ഫീൽഡ് ഉണ്ട്. അതായത് ഫീൽഡിൽ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ക്രോപ്സ് കാണുന്നുണ്ട്. അവിടെയുള്ള ഇമേജസ് ആണ് ഇതിൽ പറയുന്നത് കേട്ടോ. ക്രോപ്സ്, prickly pears, henna trees and few date palms. Why school? I challenged my father openly. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ സ്കൂൾ ചൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ എൻ്റെ അച്ഛനോട് ഓപ്പൺ ആയിട്ട് ചോദിച്ചു. I shall never do anything to annoy you. അതായത് ഞാൻ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി, അനോയിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് പറയാണ്. I'm not punishing you, am I? He said, laughing. School's not a punishment. It's a factory that makes useful people out of children. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ നിന്നെ പണിഷ് ചെയ്യല്ല, നിന്നെ ശിക്ഷിക്കുന്നതല്ല, എന്നിട്ട് ചിരിക്കുന്നു. അതിനുശേഷം സ്കൂൾസ് നോട്ട് എ പണിഷ്മെന്റ്. അതായത് സ്കൂളിനെ കുറിച്ചിട്ട് അച്ഛൻ ആ മകനോട് പറയുകയാണ്, സ്കൂൾ എന്ന് പറയുന്നത് ഒരു പണിഷ്മെന്റ് പ്ലേസ് അല്ല. അതെന്ന് വെച്ചാൽ നല്ലൊരു വ്യക്തികളെ, ചിൽഡ്രനിൽ നിന്ന് നല്ല വ്യക്തികളെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് സ്കൂൾ എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്? നിനക്ക് വളരണമെന്നുള്ള ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുകയാണ്. I was not convinced. I did not believe there was really any good to be had in tearing me away from the intimacy of my home and throwing me into this building. അതായത് ഞാൻ ഒട്ടും കൺവിൻസ്ഡ് ആയിരുന്നില്ല. കാരണം എന്താ? ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം tearing me away from the intimacy of my home and throwing me into this building. അതായത് ഈ ബിൽഡിങ്ങിലോട്ട് എന്തിനാണ് എന്നെ കൊണ്ട് എത്തിക്കുന്നത്? അതായത് സ്കൂൾ ബിൽഡിങ്ങിലോട്ട് എന്തിനാണ് എന്നെ കൊണ്ട് എത്തിക്കുന്നതെന്ന് ആ കുട്ടി ചോദിക്കുകയാണ്. ആ കുട്ടി ചിന്തിക്കുന്നു. അതുപോലെ ഇതൊരു ചോദ്യം പോലെയാണ് ആ കുട്ടിയുടെ മനസ്സിൽ വരുന്നത്.
ഇറ്റ് ലുക്ക് ലൈക്ക് സം ഹ്യൂജ് ഹൈ വാൾ ഫോർട്രസ് ടേൺ ആൻഡ് ഗ്രിൻ. അതായത് ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ഹൈ വാൾ, ഒരു വലിയ ബിൽഡിംഗ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എങ്ങനെ അവിടെ പോയി പഠിക്കാൻ ഒരു തോന്നൽ ആ കുട്ടിയിൽ ഉണ്ടാവുന്നില്ല. When we arrived at the gate, we could see the courtyard vast and crammed full of boys and girls. അതായത് അവിടെ ആ ഗേറ്റിന്റെ അവിടെ പോയപ്പോൾ ഒരുപാട് ബോയ്സിനെയും ഗേൾസിനെയും ഈ കുട്ടി കാണുന്നു. Going by yourself, said my father, and join them. അതായത് അവിടെ പോയി അവരോട് സംസാരിക്കൂ എന്ന് പറയുകയാണ്. Put a smile on your face and be a good example to others, won't you? നിന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർത്തിക്കൊണ്ട് നീ അവർക്ക് മുന്നിൽ ഒരു എക്സാമ്പിൾ ആവൂ എന്ന് പറയുകയാണ്. I hesitated and clung to his hand, but he gently pushed me from him. അതായത് ഞാൻ എന്ത് ചെയ്യാണ്, ഹെസിറ്റേറ്റ് ചെയ്യണം. അതായത് അച്ഛൻ്റെ കൈകൾ പിടിക്കാൻ ഞാൻ വളരെയധികം ഒരു ഹെസിറ്റേഷൻ, ഒരു മടി തോന്നുകയാണ്. ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്, യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്. അതായത് ഇന്ന് നീ നിന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം, ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ നിനക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറയാണ്. അതായത് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം, അതായത് സ്കൂൾ ടൈം കഴിയുന്നത് വരെയും നിനക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാം എന്ന് അച്ഛൻ പറയാണ്. I took a few steps, then stopped and looked, but saw nothing. Then the faces of boys and girls came into view. I did not know a single one of them. None of them knew me. I felt I was a stranger who had lost his way, but glances of curiosity were directed toward me, and a boy approached and asked, "Who brought you?" I took a few steps, then stopped and looked. അതായത് ആ ചൈൽഡ് എന്ത് ചെയ്യാണ്, കുറച്ച് സ്റ്റെപ്സ് മുന്നിലോട്ട് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, പെട്ടെന്ന് നിന്നുകൊണ്ട് നോക്കുകയാണ്. ബട്ട് സോ നത്തിങ്, പക്ഷെ ഒന്നും കണ്ടില്ല. Then the faces of boys and girls came into view. അപ്പൊ ആ സ്കൂളിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരുപാട് ബോയ്സിനെയും ഗേൾസിനെയും മുഖങ്ങളാണ് കാണുന്നത്. I did not know a single one of them. എനിക്ക് ഒരാളെ പോലും അറിയില്ല എന്ന് പറയാണ്. None of them knew me. I felt I was a stranger who had lost his way. അതായത് ആർക്കും എന്നെ അറിയില്ലായിരുന്നു, പക്ഷെ ഞാനൊരു സ്ട്രേഞ്ചറാണ്. But glances of curiosity were directed toward me, and a boy approached and asked, "Who brought you?" ഒരു ബോയ് അടുത്ത് വന്നുകൊണ്ട് ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, ആരാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുകയാണ്. My father, I whispered. അതായത് രഹസ്യത്തിൽ പറയാണ്, എൻ്റെ അച്ഛനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. My father is dead, he said quite simply. അപ്പൊ ആ ഓപ്പോസിറ്റ് നിന്ന് ആ ഒരു കുട്ടിയോടും വേറെ കുട്ടി പറയുന്നത് എന്താണ്, മറ്റേ ആളുടെ പിതാവ് നിര്യാതനായി എന്ന് പറയുകയാണ്. I did not know what to say. The gate was closed, letting out a pitiable screech. Some of the children burst into tears. A bell rang. A lady came along, followed by a group of men. The men began sorting us into ranks. I did not know what to say. എനിക്ക് എന്ത് പറയണം എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. The gate was closed, letting out a pitiable screech. അതായത് ഒരു പിറ്റിയബിൾ ആയിട്ടുള്ളൊരു സ്ക്രീച്ചോടുകൂടി എന്ത് ചെയ്യാണ്, ആ ഗേറ്റ് ക്ലോസ് ചെയ്യാണ്. Some of the children burst into tears. അതായത് ഒരുപാട് സ്റ്റുഡൻസ് എന്ത് ചെയ്യാണ്, ചെറിയ കുട്ടികളാണ്. അപ്പൊ they were bursting into tears. അതായത് അവർ കരയുകയാണ്. The bell rang. A lady came along, followed by a group of men. അതായത് ഒരു ബെല്ലടിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ലേഡി എന്ത് ചെയ്യാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് മെന്നിന്റെ കൂടെ വരികയാണ്. Men began sorting us into ranks. This is your new home, said the woman. അതായത് ഇത് നിങ്ങളുടെ പുതിയ വീടാണ്. ഒരു വുമൺ പറയാണ്. Here too there are mothers and fathers. ആ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പറയാണ്, ഇത് നിങ്ങളുടെ പുതിയ വീടാണ്. അപ്പൊ ഇവിടെയുള്ളവരും നിങ്ങളുടെ അച്ഛനും അമ്മയുമാണ്. ഇവിടെയുള്ള അധ്യാപകരെയും നിങ്ങൾ അച്ഛനും അമ്മയുമായി കാണണം എന്ന് പറയാണ്. Here there is everything that is enjoyable and beneficial to knowledge and life. Dry your tears and face life joyfully, won't you? അതായത് നിങ്ങളുടെ ടീയേഴ്സ്, കണ്ണീരെല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് എന്താണ്, സന്തോഷത്തോടെ ഇരിക്കൂ എന്ന് പറയാണ്. നിങ്ങൾ ഇരിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ 10th പാരഗ്രാഫില് we submitted to the facts and this submission brought a sort of contentment. Living beings are drawn to other living beings, and from the first moment my heart made friends with such boys as were to be my friends and fell in love with such girls as I was to be in love with. Then it seemed to me my misgivings had no basis. അതായത് we submitted to the facts and this submission brought a sort of contentment. അതായത് സത്യസന്ധമായ കാര്യങ്ങളെയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ സബ്മിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളുടെ സബ്മിഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടന്റ്മെന്റ് പോലെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്.
ലിവിങ് ബീങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീങ്സ്. അതായത് ജീവനുള്ള കുറച്ച് ആളുകൾ മറ്റൊരു ജീവനുള്ള ആളുകളുടെ ഇടയിലോട്ട് പെടുത്തി. And from the first moment my heart made friends with such boys as were to be my friends, and as fell in love with such girls as I was to be in love with. Then it seemed to me my misgivings had no basis. അതായത് എൻ്റെ മിസ്ഗിവിങ്സിന് ഒരു ബേസിസ് ഇല്ല എന്ന് പറയാണ്. I had never imagined school would have this rich variety we played. അതായത് ഒരു സ്കൂളിൽ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. വി പ്ലേഡ് ഓൾ സോർട്സ് ഓഫ് ഗെയിം. അതായത് ഒരുപാട് ഗെയിംസ് ഞങ്ങൾ അവിടെ കളിക്കുന്നുണ്ട്. സ്വിങ്സ്, അതായത് ഊഞ്ഞാലിൽ കളിക്കുന്നുണ്ട്. ദ വോൾട്ടിംഗ് ഹോഴ്സ്, ബോൾ ഗെയിംസ്, അങ്ങനെ ഒരുപാട് ഗെയിംസ് കളിക്കുന്നുണ്ട്. In the music room, we chanted our first song. We also had our first introduction to language. അതായത് മ്യൂസിക് റൂമിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, സോങ് പാടുന്നു. ലാംഗ്വേജിന്റെ ഇൻട്രൊഡക്ഷൻസ് അവർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ, വി സോ എ ഗ്ലോബ് ഓഫ് ദി എർത്ത് വിച്ച് റിവോൾവ്ഡ് ആൻഡ് ഷോഡ് ദ വേരിയസ് കോണ്ടിനെന്റ്സ് ആൻഡ് കൺട്രീസ്. അതായത് എർത്തിനെ കുറിച്ച് പഠിക്കുന്നു. അതായത് വേരിയസ് സബ്ജക്ട്സ് അവർ പഠിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു 11th പാരഗ്രാഫിൽ പറയുന്നത്. As our path revealed itself to us, however, we did not find it as totally sweet and unclouded. അതായത് ഞങ്ങളുടെ പാത്ത് എന്ന് പറയുന്നത് എന്താണ്, റിവീൽഡ് ഇറ്റ് ടു അസ്. അതായത് ഞങ്ങൾക്ക് വേണ്ടി അത് ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുകയാണ്. However, we did not find it as totally sweet and unclouded. Dust-laden winds and unexpected accidents could happen suddenly, so we had to be watchful and very patient. അതായത് ഇടയിൽ എന്താണ്, ചിലപ്പോൾ വിൻഡ് വരും, പൊടി പിടിച്ച വിൻഡ് വരാൻ ചാൻസ് ഉണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആക്സിഡൻസ് കോസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ വളരെയധികം കെയർഫുൾ ആയിട്ട് ഇരിക്കണം എന്നാണ് പറയുന്നത്. Rivalries could bring about pain and hatred or give rise to ഫൈറ്റിംഗ്. അതായത് പ്രതികാര മനോഭാവത്തോടുകൂടി ഇരിക്കുകയാണെങ്കിൽ അതെന്നും പെയിനും അതുപോലെ തന്നെ ഒരു ഇഷ്ടമില്ലായ്മ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തരുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് വരിക. ആൻഡ് വൈൽ ദ വുമൺ വുഡ് സംടൈംസ് സ്മൈൽ, ഷീ വുഡ് ഓഫൺ സ്കോൾഡ്. ഈവൻ മോർ ഫ്രീക്വൻലി ഷീ വുഡ് റിസോർട്ട് ടു ദ ഫിസിക്കൽ പണിഷ്മെന്റ്. അതായത് വുമൺ എന്ന് പറയുന്നവർക്ക് എന്താണ്, അവിടെ ഫിസിക്കൽ പണിഷ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. The bell rang announcing the passing of the day and the end of the work. അതായത് വർക്ക് കഴിഞ്ഞാൽ അവ ബെല്ല് അവിടെ അടിച്ചു കഴിയുന്നു, ഒരു ദിവസം കഴിഞ്ഞു എന്നുള്ളത് അവിടെ അനൗൺസ് ചെയ്യുകയാണ്. The throngs of children rushed towards the gate which was opened again. I bade farewell to friends and sweethearts and passed through the gate. I peered around but found no trace of my father who had promised to be there. അതായത് എന്താണ്, ഇവിടെ ബെല്ലടിച്ചു കഴിഞ്ഞതിന് ശേഷം അച്ഛന്റെ പ്രസൻസ് ആയിരിക്കുമല്ലോ ആ കുട്ടി ആഗ്രഹിക്കുന്നുണ്ടാവുക. അവിടെ നോക്കുമ്പോൾ അച്ഛനെ കാണുന്നില്ല. ഐ സ്റ്റെപ്ഡ് aside to wait. I had waited for a long time without avail. I decided to return home on my own. അച്ഛനെ കാണാതായപ്പോൾ ഞാൻ സ്വന്തമായിട്ട് വീട്ടിലോട്ട് പോവാമെന്ന് തീരുമാനിക്കുകയാണ്. After I had taken a few steps, a middle-aged man passed by, and I realized at once that I knew him. He came toward me, smiling, and shook me by the hand, saying, "It's a long time since we last met. How are you?" അപ്പൊ ഇതിൽ വന്നിട്ട് he came toward me, smiling, and shook me by the hand, saying, "It's a long time since we last met. How are you?" അതായത് നമ്മൾ ഒരുപാട് നാളായി കണ്ടിട്ട്, അപ്പോൾ എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. With a nod of my head, I agreed with him and in turn asked, "And you, how are you?" അതായത് ഇതേ ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ്, സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. As you can see, not all that good. The Almighty be praised. അതായത് Almighty, അതായത് ഗോഡ് എന്താണ്, ഗോഡിനെ നമ്മളിവിടെ പ്രൈസ് ചെയ്യണം. അതായത് എന്ത് ചെയ്യണം, പുകഴ്ത്തി സംസാരിക്കണം എന്ന് പറയാണ്. Again he shook me by the hand and went off. I proceeded a few steps and came to a startled halt. Good Lord, where was a street lined with gardens? Where had it disappeared to? When did all these vehicles invade it? And when did all these hordes of humanity come to live upon its surface? How did these hills of refuse come to cover its sides? And where were the fields that bordered it? And then again he shook me by the hand and went off. I proceeded a few steps, then came to a startled halt. അതായത് ആ കൈ ഷൂക്ക് ചെയ്തുകൊണ്ട് ഒരു
പോസ്റ്ററാണ് കാണിക്കുന്നത്, അതായത് ഒരു ഹാൻഡ് പോസ്റ്ററാണ് കാണിക്കുന്നത്. അത് കാണിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹം പോവുകയാണ്. അപ്പൊ കുറച്ച് ഫ്യൂ സ്റ്റെപ്സ് ഈ ചൈൽഡ് എന്ത് ചെയ്യാണ്, അങ്ങനെ കുറച്ച് വെച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. Good Lord, there was a street lined with gardens. Where had it disappeared to? When did all these vehicles invade it, and when did all these hordes of humanity come to live upon its surface? How did these hills of refuse come to cover its sides? അതായത് ഈ കുട്ടിയുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തകളെ കുറിച്ചിട്ടാണ് ഇതൊരു ചോദ്യ രൂപത്തില് 15th പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. ഇനി 16th പാരഗ്രാഫിൽ ഹൈ ബിൽഡിംഗ്സ് ഹാഡ് ടേക്കൺ ഓവർ ദ സ്ട്രീറ്റ് സർച്ച്ഡ് വിത്ത് ചിൽഡ്രൻ and disturbing noises shook the air. Then there was a band announcing the opening of a circus with clowns and weightlifters walking in front. A line of trucks carrying central security troops crawled majestically by. അപ്പോൾ ഹൈ ബിൽഡിംഗ്സ് ഹാഡ് ടേക്കൺ ഓവർ ദ സ്ട്രീറ്റ് സർച്ച്ഡ് വിത്ത് ചിൽഡ്രൻ. അപ്പോൾ ഒരുപാട് ബിൽഡിംഗ്സ് ഒക്കെ ഇവിടെ ടേക്കൺ ഓവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രീറ്റ് സർച്ച്ഡ് വിത്ത് ചിൽഡ്രൻ. ദ ഡിസ്റ്റർബിംഗ് നോയ്സസ് ഷൂക്ക് ദി എയർ. അതായത് ഒരുപാട് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള നോയ്സസ് എന്ത് ചെയ്യാണ്, ഈ എയറിന് ഷൂക്ക് ചെയ്യാണ്. ദെൻ ദർ വാസ് എ ബാൻഡ് അനൗൺസിങ് ദ ഓപ്പണിംഗ് ഓഫ് എ സർക്കസ്. അതായത് ഒരു സർക്കസ് ഓപ്പണിംഗ് ചെയ്യുന്നതിന്റെ ഒരു ബാൻഡ് അനൗൺസ്മെന്റ് ആണ് പിന്നീട് കേൾക്കുന്നത്. ഈ കുട്ടി വഴിയിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളെ കുറിച്ചാണ് 16th പാരഗ്രാഫിൽ പറയുന്നത്. ഇനി 17th പാരഗ്രാഫിൽ the siren of a fire engine shrieked and it was not clear how the vehicle could cleave its way to reach the blazing fire. A battle raged between a taxi driver and his passenger, while the passenger's wife called out for help and no one answered. Good God, I was in daze, my head spun. The siren of a fire engine shrieked. അതായത് ഒരു ഫയർ എഞ്ചിന്റെ സൗണ്ട്, സൈറൻ മുഴങ്ങുന്ന സൗണ്ട് കേൾക്കുകയാണ്. ഇറ്റ് വാസ് നോട്ട് ക്ലിയർ, പക്ഷെ അത് ക്ലിയർ ആയിരുന്നില്ല. ഹൗ ദ വെഹിക്കിൾ കുഡ് ക്ലീവ് ഇറ്റ്സ് വേ ടു റീച്ച് ദ ബ്ലേസിംഗ് ഫയർ. അതായത് ഒരു ഒരു വെഹിക്കിളിൽ ഒരു ഫയർ എത്തുന്നത് വരെ അവരത് അറിയുന്നുണ്ടായിരുന്നില്ല. എ ബാറ്റിൽ റീച്ച് ബിറ്റ്വീൻ എ ടാക്സി ഡ്രൈവർ ആൻഡ് ഹിസ് പാസഞ്ചർ. അതായത് ഒരു ടാക്സിയിലെ ഒരു ഡ്രൈവറും ഒരു യാത്രക്കാരനും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരു വഴക്ക് നടക്കുകയാണ്. ആ പാസഞ്ചറിന്റെ വൈഫ് എന്ത് ചെയ്യാണ്, ഹെൽപ്പ്, അതായത് ഒരു സഹായത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരും അവിടെ ആൻസർ പറയുന്നില്ല. ഗുഡ് ഗോഡ്, ഐ വാസ് ഇൻ എ ഡേസ്, മൈ ഹെഡ് സ്പൺ, ഐ ഓൾമോസ്റ്റ് വെന്റ് ക്രേസി, ഹൗ കുഡ് ഓൾ ദിസ് ഹാവ് ഹാപ്പൻ ഇൻ ഹാഫ് എ ഡേ ബിറ്റ്വീൻ ഏർലി മോർണിംഗ്സ് ആൻഡ് സൺസെറ്റ്. അതായത് എന്റെ തലയങ്ങ് ചുറ്റാൻ തുടങ്ങി. എന്താണ് ഈ ഒരു ഹാഫ് എ ഡേ ഞാൻ എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നത്. അത് ഏർലി മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ, സൺസെറ്റ് വരെ. സൺസെറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈവനിങ് ആണ്. അപ്പൊ ഈവനിങ് വരെ ഞാൻ എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. I would find the answer at home with my father, but where was my home? I could see only tall buildings and hordes of people. അതായത് എനിക്ക് ടോൾ ബിൽഡിങ്സും ഒരുപാട് ആളുകളെ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. I hastened on to the crossroads between the gardens and Abu Koda. I had to cross Abu Koda to reach my house, but the stream of cars would not let up. The fire engine siren was shrieking at full pitch as it moved at a snail's pace, and I said to myself, let the fire take its pleasure in what it consumes. Extremely irritated, I wondered when I would be able to cross. I stood there a long time until the young lad employed at the ironing shop on the corner came up to me. He stretched out his arm and said gallantly, Grandpa, let me take you across. I hastened to the crossroads between the gardens and Abu Koda. I had to cross Abu Koda to reach my house, but the stream of cars would not let up. അതായത് ഞാൻ എന്ത് ചെയ്യണം, ഒരു ക്രോസ് റോഡ് നടന്ന് പോയാലാണ് അബൂകോദ എന്ന് പറയുന്ന അബൂകോദ പറയുന്ന സ്ഥലത്തെത്തുള്ളൂ. അവിടെ നിന്ന് ക്രോസ് ചെയ്ത് വീട്ടിലോട്ട് എത്തണം. അതിനുശേഷം എന്ത് ചെയ്യണം, ബട്ട് ദ സ്ട്രീം ഓഫ് കാർസ് വുഡ് നോട്ട് ലെറ്റ് അപ്പ്. അതായത് ഒരു സിറ്റിയിൽ ഒരുപാട് കാർസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാറിന്റെ ഇടയിലൂടെ പോയി എത്തുന്നത് പോസിബിൾ അല്ല എന്ന് പറയാണ്. ദ ഫയർ എഞ്ചിൻ സൈറൻ വാസ് സ്ട്രീക്കിംഗ് അറ്റ് ഫുൾ പിച്ച് ആസ് ഇറ്റ് മൂവ്ഡ് at a snail's pace, and I said to myself, let the fire take its pleasure in what it consumes. Extremely irritated, I wondered when I would be able to cross. I stood there a long time until a young lad employed at the ironing shop on the corner came up to me. അതായത് let the fire take its pleasure in what it consumes. അതായത് ഫയർ ഇപ്പൊ അവിടെ ഒരു
ഫയർ എഞ്ചിൻ വന്നിട്ടുണ്ടല്ലോ, ഒരു ഫയർ കെടുത്താനായിട്ട് ഒരു ഫയർ എഞ്ചിൻ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ചെയ്യട്ടെ. എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ്, ഞാൻ കംപ്ലീറ്റ്ലി ഇറിറ്റേറ്റഡ് ആണെന്ന് ഈ കുട്ടി ചിന്തിക്കുകയാണ്. ഐ വണ്ടേർഡ് വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ്, ഞാൻ ഈ ഒരു ട്രാഫിക് എങ്ങനെ ക്രോസ് ചെയ്ത് പോകുമെന്ന് ചിന്തിക്കുകയാണ്. ഐ സ്റ്റുഡ് ദർ എ ലോങ് ടൈം until a young lad employed at the ironing shop on the corner came up to me. അതായത് ഒരു അയണിങ് ഷോപ്പ് ഉണ്ട് ഒരു കോർണറിൽ, അവിടെ ഞാൻ എങ്ങനെ എത്തുമെന്നാണ് ചിന്തിക്കുന്നത്. He stretched out his arm and said gallantly, "Grandpa, let me take you across." അതായത് ഈ കുട്ടി എന്ത് ചെയ്യാണ്, ഒരു ഗ്രാൻഡ്പാനെ കാണുന്നു. അപ്പൊ ആ ഗ്രാൻഡ്പാനെ ഞാൻ അങ്ങോട്ട് ക്രോസ് ചെയ്യാനായിട്ട് സഹായിക്കാം എന്ന് പറയണം. അങ്ങനെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.